ഈ റിഫർമേഷൻ കാലഘട്ടത്തിൽ നമുക്കറിയാം, റിഫോർമേഷൻ്റെ 3 ഏറ്റവും വലിയ ആളുകളാണ് മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ ആൻഡ് സ്വിംഗ്ലി. മാർട്ടിൻ ലൂതർ 1518 റോം സന്ദർശിക്കുന്നുണ്ട്. അന്ന് റോമിലെ ആ ദുഷിച്ച അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹം മനസ്സ് മടുത്ത ഒരു മനുഷ്യനായിട്ടാണ്, ഒരു സന്യാസി, അദ്ദേഹം ഒരു ഒഗസ്റ്റീനിയൻ മങ്ക് ആയിരുന്നു. അദ്ദേഹം തിരികെ വന്നത് 1523 അദ്ദേഹത്തിൻ്റെ 95 തീസിസസ് എന്ന് പറയുന്ന ആ ഒരു 95, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്ന് പറയാം. നിങ്ങൾക്കറിയാമോ ബുള്ളറ്റ് പോയിൻറ്റ്സ്? ഒരു ബുള്ളറ്റ് ഇട്ടിട്ട് അതിന് വരെ ഒന്ന് എഴുതുക, അതിൻ്റെ താഴെ വേറൊരു ബുള്ളറ്റ് ഇട്ട് എഴുതുക, അങ്ങനെ 95 തീസിസസ് അദ്ദേഹം വിറ്റൻബർഗ് കത്തീഡ്രലിൻ്റെ പ്രധാന കവാടത്തിൽ പതിപ്പിച്ചു വെച്ചു. അത് ഒരു വലിയ ചരിത്ര സംഭവമാണ്, പാശ്ചാത്യ സഭയുടെ ഒരു വലിയ ചരിത്ര സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭ ഇന്ന് ഒരു ബാബിലോൺ ക്യാപ്റ്റിവിറ്റിയിലാണ്. ബാബിലോൺ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. നമുക്കറിയാം, പഴയ നിയമത്തിൽ ബാബിലോണിയയിലേക്ക് പ്രവാസം പോയ ജനതയായിരുന്നു ഇസ്രായേൽ ജനത. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ സഭ ഒരു ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേപ്പറ്റിയാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം അനാചാരങ്ങളെ നഖശികാന്തം എതിർത്തു. അന്ന് ആ കാലത്ത്, എൻ്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ടെറ്റ്സൽ എന്ന് പറയുന്ന ഒരു മങ്ക് ഉണ്ടായിരുന്നു, ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ ടെറ്റ്സൽ ഇങ്ങനെ പള്ളികളിലൂടെ നടക്കുമായിരുന്നു. അദ്ദേഹം ഒരു ഇരുമ്പ് കൂടയുമായിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ മനുഷ്യരെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓരോ കോയിനും ഇതിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് ചെല്ലുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കും, കിണീം എന്നൊരു ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പരേതരുടെ ആത്മാക്കൾ ഓരോരുത്തരായിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പണം ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പൂർവികർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഈ മെസ്സേജാണ് ടെറ്റ്സൽ കൊടുത്തത്. എന്തിനായിരുന്നെന്നറിയോ ടെറ്റ്സൽ ഇങ്ങനെ നടന്ന് പ്രസംഗിച്ചത്? പണം ഉണ്ടാക്കാൻ വേണ്ടി. ആ പണം പണിയാൻ വേണ്ടിയായിരുന്നു. പണിയാൻ വേണ്ടിയാണ് ടെറ്റ്സൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം മാർട്ടിൻ ലൂതർ കണ്ടു. വേറെ ഒത്തിരി അനാചാരങ്ങളുണ്ടായിരുന്നു, ഞാനതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കതൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. ഇതിനെല്ലാം എതിരായിട്ട് ഈ ഒഗസ്റ്റീനിയൻ മങ്കായ മാർട്ടിൻ ലൂതർ ശക്തമായിട്ട് പ്രതികരിച്ചു. അതിനുശേഷം ജോൺ കാൽവിൻ വന്നു. ജോൺ കാൽവിന് കൂടെ സ്വിംഗ്ലി എന്ന് പറയുന്ന ആൾ വന്നു. ഇതെല്ലാം വാസ്തവത്തിൽ ആ വെസ്റ്റേൺ മൊണാസ്റ്റിസത്തിൻ്റെ അപജയത്തിൽ നിന്ന് ഉദയം കൊണ്ട ക്രിസ്തീയ പ്രതിഭകളാണ്. അവരെയൊക്കെ അന്നത്തെ സഭ വളരെയധികം ഉപദ്രവിച്ചു. മാർട്ടിൻ ലൂതർ വളരെയധികം ത്യാഗം സഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ വേട്ടയാടുകയുണ്ടായി. അദ്ദേഹത്തെ വേട്ടയാടിയ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞതായ വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. ഹിയർ ഐ സ്റ്റാൻഡ്, ഐ കനോട്ട് ചേഞ്ച്, ഗോഡ് ജഡ്ജ് മീ എന്ന്. ഞാനിതാ ഇവിടെ നിൽക്കുന്നു, എനിക്ക് മറ്റൊന്ന് സാധ്യമല്ല, ദൈവമേ എന്നെ വിധിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു വാചകം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായ അപജയങ്ങളിൽ നിന്ന് ഈ സഭയെ നവീകരിച്ച ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് പറയട്ടെ. അതൊരു വലിയ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ നൽകുന്നതായ സൂചകങ്ങൾ ഈ ക്രൈസ്തവ സഭയിൽ കിഴക്കും പടിഞ്ഞാറും, പ്രത്യേകിച്ച് പടിഞ്ഞാറ് സംഭവിച്ചതായ അപജയങ്ങളെ സംബന്ധിച്ച് ഉള്ളതായ കാര്യങ്ങളാണ്. കിഴക്കുമൊക്കെ ഇതിൻ്റെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയട്ടെ. ഒക്കെ തിരികെ 5-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. 3-4 നൂറ്റാണ്ടുകൾ ഈ ഈജിപ്റ്റ് എന്ന് പറയുന്നത്
റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും ആകർഷണീയമായ ഒരു രാജ്യമായിരുന്നു. ഈജിപ്തിലെ മണലാരണ്യങ്ങൾ വലിയ പട്ടണം പോലെ ആയിത്തീർന്നു മങ്സിനെ കൊണ്ട്. അപ്പോൾ അവിടുത്തെ കഥകളെല്ലാം റോമിലും മറ്റ് യൂറോപ്യൻ പട്ടണങ്ങളിലും ജനങ്ങളിലും ഒക്കെ വ്യാപിച്ചതായ അവസരത്തിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഈജിപ്തിൽ വരുവാനും അവിടെയുള്ള ഈ സന്യാസിത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ ആഗ്രഹിച്ചു വന്നവരുണ്ട്. അതിൽ ഒരു വനിതയെക്കുറിച്ച് നമുക്കല്പം ചിന്തിക്കാം. മെലാനിയ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് വനിത. 411 അവർ മരിച്ചത്. അവർ ചെറുപ്പത്തിൽ തന്നെ വിവാഹം ചെയ്തു. 2 കുട്ടികളുണ്ടായി. എന്നാൽ ആ 2 കുട്ടികളും മരിച്ചുപോയി. ഒരു വളരെ സമ്പന്നയായ ഒരു സ്ത്രീ ആയിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചു, ഒരു വിധവയായി തീർന്നു 22-ാമത്തെ വയസ്സിൽ. അപ്പോൾ അവർ തീരുമാനിച്ചു വീണ്ടും ഒരു വിവാഹം ചെയ്യുവാനായിട്ട്. പലരും നിർബന്ധിച്ചെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല. അവർ തൻ്റെ വസ്തുവകകളെല്ലാം വിറ്റ് സ്വർണവും വെള്ളിയുമായിട്ട് ശേഖരിച്ച് അവരവിടെ നിന്ന് യാത്ര തിരിച്ച് അലക്സാന്ദ്രിയയിലെത്തി. അവർ വന്ന് നിട്രിയ, ഈജിപ്തിലെ നിട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ബാ പാംബോ, ഒരു സന്യാസി ശ്രേഷ്ഠനാണ് അബ്ബാ പാംബോയെ സന്ദർശിച്ച് അവർ ഒരു വലിയ സംഖ്യ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. അദ്ദേഹം ആ അവസരത്തിൽ ഈന്തപ്പനകളുടെ ഇതുകൊണ്ട് കയറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വന്നപ്പോൾ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ സ്ത്രീ മെലാനിയ ഒരു വലിയ തുക, അന്നത്തെ അത് സിൽവർ കോയിനാണ്, 300 സോവറിൻ, 300 പൗണ്ട്സ് എന്നാണ് പറയുന്നത്, അത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ അടുത്ത് നിന്ന മങ്സിനെ വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം മേടിച്ച് ഈജിപ്തിലെ സന്യാസാശ്രമങ്ങൾക്കെല്ലാം വിതരണം ചെയ്തേക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മെലാനിയയ്ക്കത് ഒരു ദുഃഖമായി. അവർ പറഞ്ഞു, പിതാവേ, ഈ പണം എത്രയുണ്ടെന്നെങ്കിലും അങ്ങ് എണ്ണി നോക്കേണ്ടതായിരുന്നു. അവർ പ്രതീക്ഷിച്ച് ഈ പിതാവ് അബ്ബാ പാംബോ എഴുന്നേറ്റ് നിന്ന് വളരെ ആദരപൂർവ്വം അത് സ്വീകരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇത് കൊടുക്കുന്ന അവസരത്തിൽ മെലാനിയ പറഞ്ഞു, ഇത് ദൈവ വേലയ്ക്കായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അപ്പോൾ ആ പാംബോ പറഞ്ഞതായ ഒരു വാചകമുണ്ട്, നിങ്ങൾ എനിക്കാണിത് തന്നിരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് സ്വീകരിക്കുമായിരുന്നു. എന്നാലിത് നിങ്ങൾ ദൈവത്തിനായിട്ട് കൊടുത്തതാണെങ്കിൽ, ദൈവത്തിന് പർവ്വതങ്ങളുടെ അതിരുകൾ അളക്കുവാൻ സാധിക്കുന്നവനാണ്. അങ്ങനെയുള്ളവന് ഈ നാണയം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എനിക്ക് തന്നതാണെങ്കിൽ അത് മനസ്സിലാക്കാം, ദൈവത്തിന് കൊടുത്തതാണെങ്കിൽ അതിൻ്റെ അളവിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ബി സൈലൻറ്റ്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞതായിട്ട് ചരിത്രം ഉണ്ട്. ഇതേപ്പറ്റി പിന്നീട് മെലാനിയയുടെ ജീവിത കഥ എഴുതിയ ആളിന് മെലാനിയ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. Thus did the Lord shows his power when I went to the mountains of Nitria. ദൈവം എന്നോട് ആ രീതിയിൽ അങ്ങനെ അന്ന് സംസാരിച്ചു എന്ന് മെലാനിയ അതൊരു തിരിഞ്ഞു നോക്കി ഒരു നല്ല കാര്യമായിട്ട് തൻ്റെ ജീവിതകഥ എഴുതിയ ആളിന് പറഞ്ഞ് കൊടുക്കുകയുണ്ടായി എന്ന് നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 3-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളായിരുന്നു ഒറിഗൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ എന്ന്. അദ്ദേഹത്തെക്കുറിച്ച് ഒരല്പം കൂടി നമുക്ക് പരിശോധിക്കാം. ഒറിഗൻ ഒരു പീഗൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം ഒരു ജൂവിഷ് ക്രിസ്ത്യൻ ആയിരുന്നില്ല, യഹൂദ ക്രിസ്ത്യൻ ആയിരുന്നില്ല, ഒരു
പേഗനായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഗ്രീക്ക് വംശജനായിരുന്നിരിക്കണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം സന്യാസി ശ്രേഷ്ഠരുടെ എഴുത്തുകളിൽ വളരെ ധാരാളമായിട്ട് നിഴലിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പിതാവ് 201 രക്തസാക്ഷിത്വം വരിച്ചു. അന്ന് ഒറിഗൻ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെടുത്ത് ഒളിച്ചു വെച്ചതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി കൊന്നേനെ. ആ മാതാവ് വസ്ത്രങ്ങളെടുത്ത് മാറ്റുകയുണ്ട്. ഈ പിടിക്കാൻ വന്നവരുടെ മുമ്പിലേക്ക് നല്ല വസ്ത്രത്തിൽ പോലും കടന്നു വരാനായിട്ട് സാധിക്കാതെ വന്ന ഒരു മനുഷ്യനാണ് ഒറിഗൻ. എന്നാൽ അദ്ദേഹം ആദ്യമായിട്ട് ഒരു കാറ്റഗറ്റിക്കൽ ടീച്ചറായിട്ട് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരാളായിട്ട് തീർന്നു. ഗ്രീക്ക് ലിറ്ററേച്ചർ പഠിപ്പിച്ചു ആദ്യം, പിന്നീട് കാറ്റഗറ്റിക്കൽ സ്കൂള് അതിൽ പഠിപ്പിച്ചു. റോമിൽ, ഗ്രീസിൽ, സിറിയയിൽ, അറേബ്യയിലൊക്കെ യാത്ര ചെയ്തു. 230 ഡെമിട്രിയസ് എന്ന് പറയുന്ന അലക്സാണ്ട്രിയയിലെ ബിഷപ്പുമായിട്ട് പിണങ്ങുവാനിടയായി തീർന്ന അദ്ദേഹം അവിടെ നിന്ന് പോയി സിസേറിയയിൽ, പലസ്തീനിൽ താമസിച്ചു. അവിടെ വെച്ച് ഒരു ഷമ്മാശനായി. 250 അദ്ദേഹം ഡീഷ്യസ് എന്ന് പറയുന്ന ആ ചക്രവർത്തിയാൽ, ആ ചക്രവർത്തിയുടെ കാലത്ത് വലിയ പീഡകളുണ്ടായി. ഇദ്ദേഹം വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. വളരെ അധികം മുറിവുകൾ ഏറ്റു. ആ മുറിവുകൾ മൂലം അദ്ദേഹം പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെ പ്രസിദ്ധങ്ങളാണ്. അതിൽ ധാരാളം കിട്ടാതെ പോയിട്ടുണ്ട്, ധാരാളം എഴുത്തുകൾ കിട്ടാതെ പോയിട്ടുണ്ട്. കുറേയൊക്കെ കിട്ടിയിരിക്കുന്നത് സുറിയാനി ഭാഷയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഹെക്സാപ്ല എന്ന് പറയുന്നതാണ്. ഹെക്സാപ്ല എന്ന് പറഞ്ഞാൽ 6 കോളമിട്ട് ബൈബിള് എഴുതുക എന്നുള്ളത്. പഴയ നിയമത്തിൻ്റെ 6 വേർഷൻസ് അദ്ദേഹം 6ആയിട്ട് തിരിച്ച് എഴുതുകയും ഹീബ്രു മൂല്യവുമായിട്ട് ഓരോന്നും കമ്പയർ ചെയ്യുകയും എന്നിട്ട് അങ്ങനെ ഒരു വളരെ പ്രസിദ്ധമായ സ്റ്റഡി അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുറച്ച് എഴുത്തുകൾ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതായ എഴുത്തുകൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ പാടില്ല എന്ന്. അതിൽ കാണുന്ന പാടെ വ്യാഖ്യാനിക്കുക, അല്ലേ, ലിറ്ററൽ. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു, തൻ്റെ ഛായയിൽ അവനെ സൃഷ്ടിച്ചു. ഇത് വായിച്ച പലരും ചിന്തിച്ച എന്താണെന്നറിയോ? ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ രൂപമുണ്ടായിരുന്നു, മനുഷ്യനെ പോലെയായിരുന്നു ദൈവം. അതുകൊണ്ടാണ് ദൈവം ആ രീതിയിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിൻ്റെ പേരിൽ ഇതുകൂടാതെ വേറെയും പല പ്രസ്താവനകളും വേദപുസ്തകത്തിലുണ്ട്. അവൻ ദൈവമേ ചെവി ചായ്ച്ച് തരണമേ, അല്ലേ, നിൻ്റെ കണ്ണ് തുറന്ന് കാണണമേ. അപ്പോൾ ദൈവത്തിന് ഈ മനുഷ്യനെ പോലെ ഒക്കെ അവയവങ്ങളുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, തലയുണ്ട്. ഒരു മനുഷ്യ രൂപത്തിലാണ് അതൊരു ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷനാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് അദ്ദേഹം വ്യാഖ്യാനിച്ചത് അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്കറിയാം, കർത്താവായ യേശുമിശിഹായും അലിഗോറിക്കലാണ്, ആലിഗറീസ് ഉപയോഗിച്ചാണ് വ്യാഖ്യാനിച്ചത്, അല്ലേ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പോയി. അവൻ വിതയ്ക്കാൻ പോയ കുറേ വഴി ഓരത്ത് വീണു, കുറേ പാറമേൽ വീണു, കുറേ നല്ല നിലത്തെ വീണു. എല്ലാം കിളിർത്തു. എന്നാൽ നല്ല നിലത്ത് വീണത് മാത്രം ഏറ്റവും നന്നായിട്ട് വളർന്ന് നല്ല ഫലം കായ്ക്കും. അതിൻ്റെ പിന്നിലൊരു തത്വമുണ്ട്, എന്നാ പറയുന്ന ഒരു ആശയമുണ്ട്. എന്താണത്? മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ വരുമ്പോൾ ചില മനസ്സുകളിൽ അത് ഇങ്ങനെ ഒന്ന് ഉണ്ടായി വരും, അത് ഇല്ലാതായിത്തീരും. എന്തുകൊണ്ടാണ്? ധനമോഹത്താലും മറ്റ് മോഹങ്ങളാലും ഒക്കെ. പിന്നെ ചിലത് പാറമേൽ വീണ് കഠിന ഹൃദയരായവരുടെ മനസ്സിലേക്ക് ഇതൊന്നും കയറുകയില്ല. എന്നാൽ ചില ഹൃദയങ്ങളിലോ അത് 30, 60, 100 മേനിയായിട്ട് വിളയും എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ
ഒരു വാസ്തവത്തിൽ ഒരു തുടക്കക്കാരനായിട്ട് ഒറിഗനെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി വർത്തി ഓഫ് ഗോഡ്. അതാണ് ഈ പദമാണ്. അതായത് ഇറ്റ് ഷുഡ് ബി വർത്തി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഒരു സ്വീകാര്യമായ രീതിയിൽ ആയിരിക്കണം ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്. 4-ാം നൂറ്റാണ്ടിൽ ഈ ഒറിഗനെ കേന്ദ്രീകരിച്ച് ഒരു വലിയ വിവാദം ഉണ്ടായി. അതിന് പറയുന്നത് ആന്ത്രോപ്പോമോർഫിസം എന്നാണ് പറയുന്നത്. ആന്ത്രോപ്പോമോർഫിസം, അതായത് മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ദൈവം മനുഷ്യരൂപത്തിലാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഐഡൽ വർഷിപ്പിന് തുല്യമാണ്, വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ഈ മനുഷ്യ മനസ്സുകൾ, അന്നത്തെ അനേകം ആളുകളുടെ മനസ്സുകളിൽ ഒരു വലിയ മനുഷ്യനായിട്ട് ദൈവത്തെ കണ്ടു. തലയുള്ളവനും കണ്ണുള്ളവനും കാതുള്ളവനും ചെവിയുള്ളവനും മനുഷ്യനെ പോലെ ഉള്ളിൽ മനസ്സുള്ളവനും ചിന്തിക്കുന്നവനും ഒക്കെ ആയിട്ട് കണ്ടു, കാലുള്ളവനായിട്ട്. അങ്ങനെ വിശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ട്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് ഒറിഗൻ. എന്നാൽ അനേകം സന്യാസിമാർ പിന്നീട് ഇതിനെ എതിർക്കുവാനിടയായി തോന്നി. തെയോഫിലസ് ഓഫ് ആന്റിയോക്ക് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അലക്സാന്ദ്രിയയിൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒറിഗനെ കേന്ദ്രീകരിച്ചുള്ള കോൺട്രവേഴ്സി വളരെ ശക്തമായി തീർന്നു. എന്നാൽ ഇങ്ങനെ ഒറിഗൻ ഒരു നശിച്ചവനാണ്, ഒറിഗൻ ആണ് ഈ സഭയുടെ വിശ്വാസമെല്ലാം നശിപ്പിക്കുന്നവൻ, ദൈവത്തെ അനേക ഹൃദയങ്ങളിൽ ഇല്ലാതാക്കിയവൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒറിഗനെ, ഈ തെയോഫിലോസ് ഓഫ് ആന്റിയോക്കിൻ്റെ നേരെ ഒരു സമയത്ത് ഒരു കൂട്ടം ആളുകൾ, ആദ്യമൊക്കെ തെയോഫിലോസ് ഒറിഗൻ പറഞ്ഞൊക്കെ ശരിയാണെന്നൊക്കെ വിശ്വസിച്ചാണ്. എന്നാൽ പിന്നീട് ഈ എതിർപ്പ് ശക്തമായപ്പോൾ അവരുടെ കൂടെ അങ്ങ് ചേർന്നു ഈ തെയോഫിലസ് ഓഫ് ആന്റിയോക്ക്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വരുമ്പോൾ, നിങ്ങളെന്താണ് ചെയ്യുന്നത്, ഈ ഒറിഗൻ്റെ അനുയായികളെ ഇവിടെ വെച്ച് ഉറപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം അത് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞ് ശാന്തരാക്കി തിരിവിടുകയും, എന്നാൽ പിന്നീട് തെയോഫിലോസ് ഓഫ് അലക്സാണ്ട്രിയ വളരെ കർശനമായ എഴുത്തുകളിലൂടെ, പള്ളികൾക്കൊക്കെ അയച്ച കത്തുകളിലൂടെ, കൽപ്പനകളിലൂടെ ഒറിഗൻ്റെ ചിന്തകളെയും വളരെ ശപിക്കുകയും തള്ളുകയും ചെയ്യുകയുണ്ടായി എന്ന് പറയട്ടെ. ഞാൻ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, ഈ മൊണാസ്റ്റിസിസം എങ്ങനെയാണ് തങ്ങളെ തന്നെ കണ്ടതെന്ന്. 2-ാം നൂറ്റാണ്ട് വരെ മൊണാസ്റ്റിസിസത്തിൽ അല്ലെങ്കിൽ സഭയിൽ ധാരാളം മാർട്ടിയേഴ്സ് ഉണ്ടായി, രക്തസാക്ഷികളുണ്ടായി. 3-ാം നൂറ്റാണ്ട് വന്നപ്പോഴത്തേന് മാർട്ടിയേഴ്സ് ഒന്നും ഇല്ലാതായി. ചിലപ്പോഴൊക്കെ പീഡകളുണ്ടായി എന്ന് മാത്രം. അപ്പോൾ സാധാരണ ജനത്തിന് തങ്ങൾ ജീവിക്കുന്ന മാർട്ടിയേഴ്സായിട്ട് ആയിത്തീരണം എന്നുള്ള ഒരു ചിന്ത വന്നു. ഈ ചിന്തയാണ് വാസ്തവത്തിൽ, അതിലൊരു വളരെ നല്ല വശമുണ്ട്, യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക എന്നുള്ള ചിന്ത. ഈ ചിന്ത വളരെ ശക്തമായി തീർന്നു. 4-ാം നൂറ്റാണ്ടിലെ 2 പേരുടെ കാര്യം കൂടി ഞാൻ പറയാം. ബിഷപ്പ് പീറ്റർ ദ ഫസ്റ്റ് എന്ന് പറയുന്ന അലക്സാന്ദ്രിയയിലെ ഒരു പിതാവുണ്ടായിരുന്നു. 300-നും 311-നും ഇടയിൽ അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ പെർസിക്യൂഷൻ, പീഡ അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ബിഷപ്പ് പീറ്റർ ഓടിപ്പോവുകയുണ്ടായി. ആ അവസരത്തിൽ ഒരു അടുത്ത പട്ടണത്തിലുള്ള മിലിത്തിയസ് എന്ന് പറയുന്ന ഒരു പിതാവ് അവിടേക്ക് വരികയും അദ്ദേഹം വന്ന പാടെ കുറേ പേരെ അങ്ങ് പട്ടം കൊടുക്കുകയും ചെയ്തു. 307 ഈ പീഡകളൊക്കെ അവസാനിച്ചു. ആ സമയത്ത് ബിഷപ്പ് പീറ്റർ തിരികെ വരികയുണ്ടായി. എന്നാൽ വന്ന പാടെ അദ്ദേഹം ചെയ്തത് ഒരു കൗൺസിൽ വിളിച്ചുകൂടി മെലിത്യോസിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ അധികാരികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ 2 പേരെയും കൂടി ഒരൊറ്റ സെല്ലിൻ്റെ അകത്തിട്ടു, ജയിലിലിട്ടു. ഇവരവിടെ കിടന്നുകൊണ്ട് വഴക്ക് പിടിച്ചു. അല്ലെങ്കിൽ ബിഷപ്പ് പീറ്റർ ഓടിപ്പോയത് തെറ്റായിപ്പോയി എന്ന് മെലിത്യസ് ശഠിച്ചുകൊണ്ടിരുന്നു.
അതിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ വഴക്കാമുത്തപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു കർട്ടൻ ഇട്ടുന്നതാണ്. അവസാനം ഏതായാലും ബിഷപ്പ് പീറ്ററിനെ 311 കൊല ചെയ്തു. അദ്ദേഹം മർട്ടിയറായി. മിലിത്തിസിനെ പാലസ്തീനായിലെ ഒരു മൈനിലേക്ക് അയച്ചു, ഒരു ഖനിയിലേക്ക് അയക്കുകയും അദ്ദേഹം അവിടെ നിന്ന് മോചിതനായി പലസ്റ്റൈനിലും ഈജിപ്തിലും ധാരാളം കുറേ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. മൊണാസ്റ്റിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം അറിയൂസിനെ നേരിട്ടതാണ്. ഈ അറിയൂസ് ഉയർത്തിയതായ ചോദ്യം ഒരു വലിയ വിവാദമായിരുന്നു. അറിയൂസ് അലക്സാണ്ട്രിയയിലെ ഒരു പട്ടക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞതായ വിവാദപരമായ കാര്യം ക്രിസ്ത്യാനിറ്റിയുടെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നതായിരുന്നു. അതിതാണ്, ഈസ് ജീസസ് ഗോഡ് ഓർ നോ? യേശു ക്രിസ്തു മനുഷ്യനോ അതോ മനുഷ്യനല്ലയോ, ദൈവമാണോ? ഈ ചോദ്യമാണ്. ഇഫ് ഹി ഈസ് ഗോഡ് ആൻഡ് ദ ഫാദർ ഈസ് ഗോഡ്, then how can Christian claim that they believe in only one God? അപ്പോൾ ഇവിടെ 2 ദൈവമുണ്ട് എന്നുള്ളതായ രീതിയിലാണ് ഡൈത്തേയിസ് എന്ന് പറയുന്നത്. ദൈവവാദം ഇതേ സംബന്ധിച്ചുള്ളതായ വിവാദമാണ്. ഇതാണ് അറിയൂസ് ഉയർത്തിവിട്ടത്. അദ്ദേഹം കുസ്തന്തീനോസ് പോലീസിലെ ബിഷപ്പായി. ആ അവസരത്തിൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് യേശു ക്രിസ്തു, ദൈവത്തിന് പുത്രനോ പുത്രിയോ ഒന്നും ഉണ്ടാകുവാൻ സാധ്യമില്ല പറയുണ്ടായി. ഇതിനെതിരായിട്ട് പ്രതികരിച്ചത് ശക്തമായിട്ട് അത്താനാസ്യൂസ് ഓഫ് അലക്സാണ്ട്രിയ. ഇതൊരു വലിയ ദീർഘമായ പോരാട്ടമായിരുന്നു. അതിൻ്റെ അകത്ത് ഈ സന്യാസിമാരെ, ഈജിപ്തിലെ സന്യാസിമാരെ ഒരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. സന്യാസിത്വത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. അതായത് ആ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിലൂടെ ഉണ്ടായ തെറ്റായ പഠിപ്പിക്കലുകളെ ഇല്ലാതാക്കി തീർത്ത് ഒരു ശരിയായ വിശ്വാസം എന്താണ് എന്ന് ഉയർത്തുവാനായിട്ടും അത് സഭ പൊതുവായിട്ട് സ്വീകരിക്കുവാനായിട്ടും ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആളാണ് അത്താനാസ്യൂസ്. ഞാൻ പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ നിഖ്യാ സിനോദോസിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഹോമോ ഊസ്യോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാണെന്ന് പറഞ്ഞു. അല്ല, ഹോമോ യൂസ്യോസ്, സാരാംശത്തിൽ പിതാവിനോട് തുല്യനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വീകരിച്ചു. എന്നാൽ നിഖ്യായിൽ അത് സ്വീകരിച്ചു എങ്കിലും അത്താനാസ്യോസിന് പിന്നീട് മുഴുവൻ പീഡയായിരുന്നു. അദ്ദേഹത്തെ 5 വട്ടം നാട് കടത്തി. ഈ പ്രസിദ്ധനായ കുസ്തന്തീനോസ് രാജാവാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് ട്രിയറിലേക്ക് നാട് കടത്തിയത്. നിഖ്യാ സിനോദോസ് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തിരികെ വന്നു, വീണ്ടും നാട് കടത്തപ്പെട്ടു. കോൺസ്റ്റന്റീനോസിൻ്റെ പുത്രനായ കോൺസ്റ്റാൻസിൻ്റെ കാലഘട്ടത്തിൽ 5 വട്ടം നാട് കടത്തപ്പെട്ടു. ഒരവസരത്തിൽ അദ്ദേഹം തൻ്റെ ഇടത്ത് നിന്ന് ഒരു ബോട്ടിൽ നൈലിലൂടെ യാത്ര അപ്പുറം ഈജിപ്തിലേക്ക് പോയി. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ബോട്ട് തിരികെ വിടാൻ പറഞ്ഞു. അപ്പോൾ അതിലെ കപ്പിത്താൻ എന്തായി പറയുന്നത്, തിരിച്ച് ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് കൊല ചെയ്യും, തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് മറ്റൊരു ബോട്ട് പടയാളികളുമായിട്ട് മുമ്പോട്ട് വരുന്നു. ആ വരവിൽ അവർ ചോദിച്ചു, ഇങ്ങനെ എതിരെ വരുന്ന ബോട്ട്, അത്താനാസ്യൂസ് യാത്ര ചെയ്യുന്ന ബോട്ട് അവരോട് വിളിച്ചു ചോദിച്ചു, ആ ബോട്ടിലുള്ളവരോട് വിളിച്ചു, നിങ്ങൾ അത്താനാസ്യൂസിനെ കണ്ടോ? അദ്ദേഹം അതിന് കൊടുത്തൊരു വളരെ പ്രസിദ്ധമായ മറുപടിയുണ്ട്. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ അകലെയല്ല. യാത്ര തുടരുകയും ചെയ്തു, അദ്ദേഹത്തെ പിടിച്ചില്ല എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഈജിപ്തിലെ സന്യാസിമാർക്ക് നേതൃത്വം നൽകുകയും അവരിൽ കുറേ പേർ അത്താനാസ്യൂസിനെ വളരെ നിശിതമായിട്ട് എതിർത്തു. അറിയൂസ് പക്ഷക്കാരെ വിമർശിച്ചപ്പോൾ അറിയൂസ് പക്ഷക്കാരായിട്ടുള്ള മങ്സൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നുള്ളതായ ഉപദ്രവങ്ങൾ ഒക്കെയും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അത്താനാസ്യൂസിന്. കൂടാതെ മറ്റൊരു വേദവിരീതമാണ് പോൾ സമസോട്ട. അദ്ദേഹം അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്നു. 260 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ഒരു വേദവിരീതം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അഡോപ്ഷനിസ്റ്റ് തിയറി. ജീസസ് വാസ് നോട്ട് ഗോഡ് ഇൻ എനി റിയൽ സെൻസ്
but was a mere man adopted by God as son. അഡോപ്ഷനിസം എന്ന് പറയുന്ന അതിന്, അതായത് യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അങ്ങനെ ദൈവത്തിൻ്റെ പുത്രനായി തീരുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ വേദവിരീതം. വേറൊരു വേദവിരീതമാണ് സെബല്യാനിസം എന്ന് പറയുന്നത്. 220 കാലഘട്ടത്തിൽ ഇറങ്ങിയതായ ഒരു വേദവിരീതമാണ്. ലിബിയൻ അധ്യാപകനായിരുന്നു അദ്ദേഹം റോമിൽ സെറ്റിൽഡായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പിതാവും പുത്രനും യുണൈറ്റഡ് അല്ല, ഒന്നല്ല, മറിച്ച് അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഐഡൻറ്റിക്കലാണ് എന്ന് മാത്രമല്ല, ഗോഡ് വാസ് എ സൺ ഫാദർ. അദ്ദേഹത്തിനെതിരായിട്ടുള്ളവർ, ഹിസ് ഓർത്തഡോക്സ് ഒപ്പോണൻസ് ബ്രാൻഡഡ് ദിസ് ആസ് പട്രിപാസ്യാനിസം എന്ന് പറഞ്ഞാൽ പിതാവും കഷ്ടപ്പെട്ടു എന്നാണ്, പിതാവിനെയും പിടിച്ചു കുരിശിച്ചു എന്നാണ്. ഈ രണ്ടും ഐഡൻറ്റിക്കലാണെങ്കിൽ, അല്ലെങ്കിൽ പുത്രനെ കുരിശിച്ചപ്പോൾ ആരെയും കുരിശിച്ചു? പിതാവിനെയും കുരിശിച്ചു എന്നാണ് ആ വാദമാണ്. Sabellius' view logically implied that God the Father had suffered and died on the cross. പിതാവും ആ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു എന്ന് വാദിച്ചതാണ് സെബല്യനിസം. The two extremes were judged heretical. Many thoughtful Christians formed Origen's view the best answer, that the Son was truly God, but in some subordinate derivatives eternally begotten from the Father. ഈ ഒറിഗന് ഈ പുത്രൻ തമ്പുരാനെ വ്യാഖ്യാനിച്ചതിൽ ഒരു അല്പം പെശക് പറ്റിയിട്ടുണ്ട്. ഇറ്റേണലി ബിഗോട്ടൺ ഫ്രം ദ ഫാദർ എന്നാൽ ഒരല്പം കുറവുള്ളവനാണ്, പിതാവിനേക്കാൾ ഒരല്പം കുറഞ്ഞവനാണ് എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. എന്നാലും ഈ സെബല്യാനിസത്തെക്കായാലും അതുപോലെ തന്നെ പോൾ ഓഫ് സമോസട്ടായുടെ വാദത്തെക്കായാലും ഒക്കെ നല്ലതാണ് എന്ന് പറയുകയുണ്ടായി. ഈ പെട്രിപാസ്യാനിസം, ഞാനതൊന്ന് വായിക്കാം. Many of the heresies that cropped up in the early church were the result of individuals overemphasizing or underemphasizing various aspects of Godhead. One of the false views concerning the Trinity was Petripasianism, the belief that God the Father suffered and died on the cross along with God the Son, or more properly, the Father suffered as the Son. The word Petripasianism literally means Father's suffering. Petripasianism is closely related to modalistic monarchianism and Sabellianism in that all deny the distinct personhood of Father, Son and Spirit and teach instead that God is one person who manifests himself in 3 different modes. In essence, Petripasianism says that God the Father, in becoming incarnate, became his own Son. എന്ന ഈ രീതിയിലൊക്കെ പറഞ്ഞു വെച്ചു. Around AD 153, Justin Martyr wrote against those who affirm that the Son is the Father, a clear reference to Petripasianism. Other early Christian leaders who refused the heresy of Petripasianism include Tertullian, Origen, Athanasius and Chrysostom. ഈ പെട്രിപാസ്യാനിസം ആധുനിക കാലത്തും ചിലരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്, ആ സിനിമയുടെ പേര് ദ ഷാക്ക് എന്നാണ്. ദ ഷാക്ക്, SHACK. Petripasianism still crops up today. The popular novel, അതൊരു നോവലാണ് ആദ്യം. The Shack teaches the error of Petripasianism along with the other false doctrines. At one point, the protagonist, Mac, accuses Papa, the Father God figure, who appears as a woman, of not caring about people's suffering. In response, Papa pulls up her sleeves and shows Mac the nail prints on her wrists where she was crucified. The Father knows suffering according to the Shack because she suffered, അല്ലെങ്കിൽ he suffered. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദുരിതങ്ങളും പീഡകളും ഒക്കെ
ഇങ്ങനെ കാണാതെ ഇരിക്കുന്ന അതിനെ വിശദീകരിക്കുന്നതാണ് ഈ നോവൽ. അത് വിശദീകരിച്ച് പറയുന്നത് അവിടെ 3 ക്യാരക്ടേഴ്സാണെന്ന് പറയുന്നത്. മാക്ക എൻ്റെ പപ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ദുരിതവും ദുഃഖവും ഒന്നും ഈ പപ്പ കാണുന്നില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അവസാനത്തിൽ ഈ പപ്പ വസ്ത്രം ഇങ്ങനെ മാറ്റിയിട്ട് കയ്യിൽ സൈഡിലുള്ള കുന്തം കൊണ്ടുള്ള കുത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആണ്. അത് പട്രിപ്പാസ്യാനിസത്തിൻ്റെ ഒരു മോഡേൺ അവതാരം ആണ് എന്ന് പറയുന്നു. എന്നാൽ ആ പഴയ കാലത്ത് ആ പട്രിപ്പാസ്യാനിസം ഒരു വലിയ തെറ്റായ ചിന്തയായിട്ട് വരികയും അതിനെതിരായിട്ട് പിതാക്കന്മാർ ശബ്ദിക്കുകയും ചെയ്തു. ഞാൻ ഒരു ഭാഗം കൂടെ വായിക്കും. Ptripassianism is an unbiblical understanding of the relationship between the persons of the Trinity and in fact denies persons, insisting on only one person in the Godhead. The Bible teaches the individual personhood of all 3 co-eternal, co-equal members of the Trinity, Father, Son and Holy Spirit. The very title Son of God implies a Father who is distinct from the Son. See Hebrews 1:8. Hebrews 1:8-ൽ ആ ഡിസ്റ്റിങ്ഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 Corinthians 5:19-21 ആ ഡിസ്റ്റിങ്ഷൻ, ആ പേഴ്സൺഹുഡിലുള്ള ഡിസ്റ്റിങ്ഷൻ പറയുന്ന വേദപുസ്തകമാണ്. These references leaves no room for Ptripassianism. God was reconciling the world to himself in Christ, not counting people's sins against them. God made him who had no sin to be sin for us, so that in him we might become the righteousness of God. On the cross, Jesus prayed to the Father. Was he talking to himself? No. Ptripassianism is wrong. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പോരാട്ടങ്ങളിലൂടെ സഭ നേടിയെടുത്ത വിജയത്തെ കണക്കാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫീലക്സീനോസ് ഓഫ് മാബൂഗ് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവ്, അദ്ദേഹം ജനിച്ചത് പേർഷ്യയിലായിരുന്നു. ഇന്നത്തെ ഇറാൻ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് വരികയും മാബൂഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നും ആ സ്ഥലം അറിയപ്പെടുന്ന വേറൊരു പേരിലാണ്, ആ സ്ഥലത്ത് ബിഷപ്പായി തീരുകയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ 13 മെമ്രാകളുണ്ട്. ആ മെമ്രാകളെ സംബന്ധിച്ച് ഒരു അമേരിക്കൻ സിസ്റ്റേഴ്സ്യൻ സന്യാസി ശ്രേഷ്ഠൻ തോമസ് മെർട്ടൺ എന്ന് പറയുന്ന ഒരു സന്യാസ ശ്രേഷ്ഠൻ വളരെ വിലയേറിയ വ്യാഖ്യാനങ്ങൾ 1950കളിൽ നൽകിയിട്ടുണ്ട്. Thomas Merton made an especially prominent contribution in retrieving for contemporary spirituality elements of the desert tradition, such as silence, solitude and purity of heart. ഈ 3 പദങ്ങൾ വളരെ പ്രാധാന്യമാണ്. സൈലൻസ്, സോളിറ്റ്യൂഡ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. ഇതേ സംബന്ധിച്ച് ഈ മെമ്രാകളിൽ അദ്ദേഹം വളരെ നന്നായിട്ട് വിശദീകരിക്കുകയുണ്ടായി. മെർട്ടൻസ് recovery of spirituality of the desert proved useful not only for redefining the meaning of contemporary Christian spirituality but also building bridges with other spiritual traditions. അദ്ദേഹം സെൻ ബുദ്ധിസമായിട്ട് ഇതൊരു കമ്പാരിസനൊക്കെ നടത്തുന്ന ഒരു സെൻ ബുദ്ധിസ്റ്റായ DT സുസുക്കി ആയിട്ട് ഒരു സംവാദമൊക്കെ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ പറയുന്നുണ്ട്. ഫിലക്സീനോസ് ഓഫ് മാബൂഗ് ഈ സിറിയൻ പാരമ്പര്യത്തിലെ വളരെ അതികായനായ ഒരു സന്യാസ ശ്രേഷ്ഠനും സഭാപിതാവും ആണ് എന്ന് പറയാം. നമുക്കറിയാമല്ലോ മാബൂഗിലെ ഫിലക്സിനോസിൻ്റെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അത് വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് ഉള്ളതായ വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ, ദൈവീക ചിന്തകൾ. ഈ ഫിലക്സീനോസ് ഓഫ് മാബൂഗ് ഈ കാലഘട്ടത്തിലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതിൻ്റെ ഈ സ്കോളേഴ്സൊക്കെ വെസ്റ്റിലാണ്. തോമസ് മെർട്ടൺ, അതുപോലെ തന്നെ ഇപ്പോൾ
ഡോക്ടർ റോബർട്ട് കിച്ചൻ. ഇവരുടെ പേരുകൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെ നാം തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പല വിവാദങ്ങളും അതുപോലെ തന്നെ പോരാട്ടങ്ങളും ഒക്കെ ഈ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് അധപ്പതിച്ചു പോയതായ കാലഘട്ടം, വെസ്റ്റിൽ പ്രത്യേകിച്ചും മധ്യകാലങ്ങളിൽ പാപമോചന ചീട്ട് വിറ്റതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോ ഇടങ്ങളിലും അതിന് സംഭവിച്ചതായ അപജയങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാണുകയും അതിലുള്ളതായ നന്മയുടെ വശങ്ങളെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. തോമസ് മേർട്ടൺ ചെയ്തത് സൈലൻസ്, സോളിറ്റ്യൂഡ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. അത് അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത് സ്വീകരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആ സിസ്റ്റേഴ്സ്യൻ സന്യാസി പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. യുനാപ്പിയസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് റെട്ടറീഷ്യനുണ്ട്, EUNAPIUS, ഗ്രീക്ക് റെട്ടറീഷ്യൻ ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫർ. അദ്ദേഹം മങ്സിനെ വിമർശിക്കുന്നതായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, monks were men in appearance but led the lives of swine എന്നാണ് പറയുന്നത്. വളരെ ഷാർപ്പ് ക്രിറ്റിസാണ്. എന്നാൽ ഇതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ ലീഡേഴ്സും അന്ന് ജീവിച്ചിരുന്നവർ പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് സൈനേഷ്യസ് ഓഫ് സിറീൻ, CYREN. അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹം വിമർശിച്ചിങ്ങനെയാണ്: സോ ദം ആസ് അൺകൾച്ചേർഡ് ബൂസ് whose way of life was so utterly bereft of the refinements of traditional paideia. നേരത്തെ ഞാൻ പറഞ്ഞു പൈഡെയ്യ എന്താണ്. That their religious search appeared ludicrous. Heart of complacent was that monasticism had arisen outside or even in opposition to the traditional culture of the Roman world. Paideia means a system of broad കൾച്ചറൽ എഡ്യൂക്കേഷൻ. അതിന് വിപരീതമാണ് എന്നാണ് പറയുന്നത്. വേറൊരു ക്രിറ്റിസവും കൂടി കേൾക്കാം. WEH ലെക്കി, റൈറ്റിംഗ് അറ്റ് ദി എൻഡ് ഓഫ് 19th century, റിവീൽഡ് ഇൻ ഹിസ് ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ മോറൽസ്. ആ പുസ്തകത്തിലാണ് പറയുന്നത്, contempt for the monastic rejection of the classical idea. For Lecky, a monk was insidious, sordid and emaciated maniac, without knowledge, without patriotism, without national affection, passing his life in a long routine of useless and atrocious self-torture and quailing before the ghastly phantoms of his delirious brain, and had become the ideal of the nations which has known the writings of Plato, Cicero, and lies of Socrates and Cato. Monasticism emerged and paganism declined. ഇങ്ങനെ വിമർശനങ്ങളെയും കാണുവാൻ സാധിക്കും. ആ വിമർശനങ്ങളിലുള്ളതായ യഥാർത്ഥ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒരു വസ്തുനിഷ്ഠമായ രീതി അല്ലെങ്കിൽ കാര്യം നമുക്ക് ആവശ്യമാണ് എന്ന് പറയും.